ചില ദിവസങ്ങൾ അങ്ങനെയാണ്, നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല അല്ലേ കൂട്ടുകാരെ? അതുപോലെ ഒരു ദിവസമാണ് ഇതാ ഇന്ന്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കൂ, എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഐറ്റമൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് കണ്ടു നോക്കൂ. എന്നാ അമ്മ ഉണ്ടാക്കുന്നത് ഒരു വെണ്ടയ്ക്ക, തക്കാളി, സവോള, ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒരു തേങ്ങ അരച്ചൊരു ചെറിയ കറി. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ഉള്ളി സവോളയും കൂടെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഉള്ളി നന്നായിട്ട് വഴന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതെങ്ങനെയാണ് ഒരു കാര്യത്തിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളാണ് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ എന്താണെന്നുള്ളത് കണ്ടു നോക്കും. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അല്ലേ? ഉപ്പിട്ട് കൊടുക്കാവേ. നന്നായിട്ട് തക്കാളി ഉടയണോന്ന് വേണ്ട, അതിന് ഇതിന് കഷ്ണമായിട്ട് തന്നെ വേണം അല്ലേ? കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വയ്ക്കണേ. തീ കുറച്ചിട്ടാണോ? തീ കുറയ്ക്കണ്ട, മീഡിയത്തിലല്ലേ? ആ തീ. ഓക്കെ, അതിന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അതെ. നമ്മുടെ കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റിയല്ലേ? ആ, വെള്ളം പറ്റി. പിന്നെ വെണ്ടയ്ക്കായ്ക്ക് അധികം വേവില്ലല്ലോ. അതെ, തക്കാളിയും വെണ്ടയ്ക്കായാണ് രണ്ടിനും വേവില്ലാത്തത്. പിന്നെ ഉള്ളിക്ക് മാത്രം അരപ്പ് ചേർത്ത് ഇതിനകത്ത് മല്ലിയും വറ്റൽമുളകും കൂടെ ചേർത്തതാണ്. മഞ്ഞപ്പൊടിയും കൂടെ. ജീരകം ചേർത്തോ? ഇല്ല, ജീരകമൊന്നും ചേർത്തില്ല. ഇതൊരു പുതിയൊരു കറിയല്ലേ? അതെ, ചോറ് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ടോ അമ്മ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് വെക്കും ഇത്. ഇങ്ങനത്തെ ഒരു അല്ലേ? അതെ, സാധാരണ വറുത്തരച്ച് വറുത്തരച്ചാണ് വെക്കുന്നത്. സവോളയും ഇച്ചിരി വെള്ളം വേണം. കുറുകിയാണ് ഇരിക്കുന്നത്. ശകലം കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുന്ന് കുറുകുമല്ലോ. അതുകൊണ്ട് ശകലം വെള്ളം നീട്ടി വേണം വെക്കാൻ, ഇരുന്ന് കുറുകുന്ന കാരണം. തക്കാളിയും വെണ്ടയ്ക്കയും മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കിങ്ങനെ വെക്കാം, ഒരു കറി ഉണ്ടാക്കാം. ഉപ്പ് നോക്കട്ടെ. ഉപ്പും പുളിയും ശകലം ഉപ്പ്. മീൻകറിയുടെ ടേസ്റ്റ് വരുന്നുണ്ട്. ആണോ? ഇച്ചിരി ഒന്ന് കാണിച്ചേന്ന് കൂടെ ഇട്ടിട്ടേ. മല്ലി എന്ന് പറഞ്ഞാൽ പച്ചമല്ലി അല്ലേ അമ്മേ? മല്ലിപ്പൊടിയാ, നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന മല്ലിപ്പൊടി. അത് നമ്മൾ ഇവിടെ ഉണക്കി പൊടിച്ചോല്ലേ? അതെ, ആ പൊടി കൂടെ ഇട്ടാണ് അരപ്പിനല്ലേ? വറ്റൽമുളകും ജീരകം ചേർത്തായിരുന്നോ? ഇല്ല, ജീരകം ചേർക്കുമ്പോൾ അതിന് വേറെ ഒരു ടേസ്റ്റ് വരും. ഇതിങ്ങനെ തക്കാളി കറിയുടെ ഒരു ടേസ്റ്റ് വരും അല്ലേ? ഇത് നല്ലതാ, സൂപ്പർ അല്ലേ? മറ്റേ വറുത്തരച്ചതിലും നല്ലതാ. കണ്ടോ കൂട്ടുകാരെ? ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തിള വരണേ. കാരണം അരപ്പല്ലെങ്കിൽ തിളച്ചില്ലെന്നുണ്ടെങ്കിലേ ശരിയാകത്തില്ല. അരപ്പിട്ടിട്ട് എന്തും തിളയ്ക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് വൈകുന്നേരം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറി ചീത്തയാകും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിഷ്ണുടൻ്റെ കുറച്ച് വികൃതികളും ഉണ്ട് കേട്ടോ. നമ്മൾ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടു നോക്കും.
സണ്ണിയെ വിളിക്കടി ശാലു. നമുക്ക് ഇവനെ കൊണ്ടുവന്ന് എളുപ്പം കൊണ്ടുവന്ന് അംഗനവാടി വിടാം. അവൻ ഇവിടെ നിനക്ക് അംഗനവാടി പോണോടാ? പോണോ? വീഡിയോ പിടിക്കുന്ന കാരണം ഇപ്പൊ പോകാവുന്നു. എന്ത് മിടുക്കം കുട്ടൻ. അല്ലാത്തപ്പോ എന്നാ പറയുന്നേ? പോകണ്ട. ഇപ്പോഴും പറഞ്ഞ ഇച്ചിരി മുമ്പേ പറഞ്ഞ ഷാലുവിന്റെ ആണോ? കോഴി എല്ലാം വലിച്ചെറിയുവാ. ഇത് നന്നായിട്ട് നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി. അതെ, ഇനി ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടെ കുറുകും. അത് വേണ്ട, എത്രയും മതി. അതെ, ഇതാണ് അതിന്റെ ഒരു പരുവം. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കറി ഏതായാലും സക്സസ് ആയിട്ട് വന്നമ്മ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ കറി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ കറി. കണ്ടോ, കറി നല്ല സൂപ്പറായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം അല്ലേ അമ്മ? അതെ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മൾ ആദ്യമായിട്ട് വെച്ച കറി ഏതായാലും സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക കേട്ടോ. അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിലേക്ക് ടാറ്റാ.